വെരി ഗുഡ് ഈവനിങ്. ഞാൻ ഓഡിബിൾ ആണോ? പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ? ജസ്റ്റ് ഒരു മെസ്സേജ് ഇടുമോ ചാറ്റിൽ, ഓഡിബിൾ ആണോ അല്ലേ എന്നുള്ളത്? എനിബഡി? ഓക്കെ, ഫൈൻ. ഓക്കെ, താങ്ക് യു സോ മച്ച്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, കൺഗ്രാറ്റുലേഷൻസ് ടു ഓൾ. കാരണം നമ്മുടെ ഇങ്ങനെ ഒരു വെബിനാർ ആയ സമയത്ത് വളരെ കുറഞ്ഞ, കാരണം ഇപ്പോഴത്തെ സമയത്ത് ഇങ്ങനെ വെബിനാറുകൾ അനൗൺസ് ചെയ്യുമ്പോൾ ഇതിനോട് വളരെയധികം താല്പര്യമുള്ള ആളുകൾ മാത്രമാണ് ഇങ്ങനത്തെ ഒരു വെബിനാറിൽ അറ്റൻഡ് ചെയ്യുള്ളൂ. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻസ് ടു ഓൾ ആൻഡ് താങ്ക് യു സോ മച്ച്. സോ നമുക്ക് നമ്മുടെ വെബിനാറിലേക്ക് ഡയറക്റ്റ് കിടക്കാം അല്ലേ? സോ ഐ വിൽ ഷെയർ മൈ സ്ക്രീൻ. സ്ക്രീന് കാണുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, ഫൈൻ. സോ നമുക്ക് നമ്മുടെ സെഷനിലേക്ക് കിടക്കാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് 10 eye opening mistakes that block your growth in quantity survey. ഓക്കെ, അതായത് നമ്മൾ ഈ ഒരു പ്രൊഫഷൻ, ക്വാണ്ടിറ്റി സർവേയിങ് എന്ന് പറയുന്ന പ്രൊഫഷൻ ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യാൻ സാധ്യതയുള്ള 10 മിസ്റ്റേക്കുകളെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. So, an honest look at why many of aspiring QS professionals lose direction and how to avoid it. സോ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു 10 മിസ്റ്റേക്സിനെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു വെബിനാറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മുടെ ഈ ഒരു വെബിനാർ പ്രസന്റ് ചെയ്യുന്ന ഇത് മിസ്റ്റർ ഞാൻ സീനിയർ ക്വാണ്ടിറ്റി സർവർ ആണ്. എനിക്ക് 10 years ഓഫ് എക്സ്പീരിയൻസ് ഉണ്ട് ഇൻ ഖത്തർ ആൻഡ് UAE. സോ നമ്മൾ സിയത്ന ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ബാനർ ഇങ്ങനെ ഒരു വെബിനാർ ഓർഗനൈസ് ചെയ്യുന്നത്. ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കോ ഫൗണ്ടർ കൂടിയാണ് ഞാൻ. സോ നമ്മൾ ഇതുവരെ ഒരുപാട് ആളുകളെ QS ആക്കിയിട്ട് നമ്മൾ ഇന്ന് മാർക്കറ്റിൽ കേരളത്തിലും അതുപോലെ തന്നെ ഈ ഒരു പ്രൊഫഷനിൽ വളരെ സക്സസ്ഫുൾ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരുപാട് QS എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, നമുക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനും ഒക്കെ നമുക്ക് ഈ മാർക്കറ്റിലേക്ക്, കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിലേക്ക് ഇറക്കാനും നമുക്ക് പറ്റിയിട്ടുണ്ട്. സോ മോർ ദാൻ 250 ആളുകളെ നമ്മൾ അത് ഇന്ത്യയിലും അതുപോലെ തന്നെ UAE-ലും പല ഭാഗത്തും, മിഡിൽ ഈസ്റ്റ് പല ഭാഗത്തായിട്ട് നമ്മുടെ സ്റ്റുഡൻസ് വർക്ക് ചെയ്യുന്നുണ്ട്. സോ അതിൻ്റെയൊക്കെ ബേസിസിൽ, ഓക്കെ, എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിന്റെ ബേസിലും എൻ്റെ കരിയർ എക്സ്പീരിയൻസിന്റെ ബേസിലും സാധാരണ സ്റ്റുഡൻസ്, ഈ ഒരു പ്രൊഫഷൻ ചൂസ് ചെയ്യുന്ന ആളുകൾ എന്തെല്ലാം മിസ്റ്റേക്സ് ആണ് ക്രിയേറ്റ് ചെയ്യാൻ സാധ്യതയുള്ളത്, അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ഒരു വെബിനാർ പോകുന്നത്. ഓക്കെ, സോ വളരെ പ്രിസൈസ് ആയിട്ടുള്ള 10 മിസ്റ്റേക്സ് ആണ് നമ്മുടെ ടോപ്പിക്കിലേക്ക് കടക്കാം. സോ ഇന്നത്തെ ഈ ഒരു വെബിനാറിൽ നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങളാണ് ഗെയിൻ ചെയ്യുന്നത് എന്നാണ് ഈ ഒരു സ്ലൈഡിൽ നിങ്ങൾക്ക് കാണുന്നത്. ഓക്കെ, സോ ഐഡന്റിഫൈ ദ ഗ്രോത്ത് ബ്ലോക്കേഴ്സ്. ഓക്കെ, ഷിഫ്റ്റ് യുവർ ഫോക്കസ്, ബിൽഡ് ലോങ് ടേം സക്സസ്. സോ എന്തൊക്കെയാണ് നിങ്ങൾ ഫേസ് ചെയ്യുന്ന ബ്ലോക്കുകൾ എന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. അതിന് നമ്മളെ ഫോക്കസിനെ നമ്മൾ ഷിഫ്റ്റ് ചെയ്യുക. എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യണം എന്നുള്ളത് നമ്മൾ പഠിക്കുക. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു QS പ്രൊഫഷനിൽ നമുക്ക് എങ്ങനെ ലോങ് ടേം സക്സസിലേക്ക് എത്താം, വളരെ ഈസി ആയി, വളരെ പെട്ടെന്ന് എങ്ങനെ ലോങ് ടേം സക്സസിലേക്ക് എത്താം എന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ നമ്മൾ യൂഷ്വലി നമുക്ക് എല്ലാ ആളുകളും, ഓക്കെ, നമ്മളുടെ QS പ്രൊഫഷൻ എന്ന് പറയുന്ന ഈ ഒരു പ്രൊഫഷനിലേക്ക് ഒരു കോഴ്സ് ആയിട്ട് നമ്മൾ മിസ്റ്റേക്ക് സർട്ടിഫിക്കറ്റ് ഫോക്കസ്ഡ് ആണ്. അതായത് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വിളിക്കുന്ന പല ആളുകളും ചോദിക്കുന്ന ഒരു കാര്യമാണ്,
എന്ത് സർട്ടിഫിക്കറ്റാണ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്, സർട്ടിഫിക്കറ്റിന് വാല്യൂ ഉണ്ടോ, അങ്ങനെയുള്ള വിഷയങ്ങളെ കുറിച്ചാണ് പല ആളുകളും കൂടുതൽ ഫോക്കസ്ഡ് ആകുന്നത്. ഓക്കെ, അല്ലാതെ നമ്മൾ എന്ത് വിഷയമാണ് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമ്മൾ പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഒരു കരിക്കുലത്തിന്റെ ഭാഗമായിട്ട് എന്തെല്ലാം ഏരിയാസ് ആണ് നമ്മൾ ടച്ച് ചെയ്യുന്നത്, ഇതുകൊണ്ട് എനിക്ക് എങ്ങനെയാണ് എൻ്റെ കരിയറിലേക്ക് പ്രോഗ്രസ് ചെയ്യാൻ പറ്റുക, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊന്നും കൺസേൺഡ് അല്ല. സർട്ടിഫിക്കറ്റിനെ കുറിച്ച് മാത്രമാണ് അവർ ഫോക്കസ്ഡ് ആകുന്നത്. അപ്പൊ നമ്മൾ ഇനിയുള്ള സ്ലൈഡിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും. പല ആളുകളും സി വിയിൽ മെൻഷൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അതൊന്ന് മനസ്സിലാവും. ഓക്കെ, സോ ഇതിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, എ സർട്ടിഫിക്കറ്റ് മേക്ക് യു ഷോർട്ട് ലിസ്റ്റഡ് ബട്ട് ഓൺലി യുവർ സ്കിൽസ് വിൽ ഗെറ്റ് യു സെലക്ടഡ്. അതായത് നമ്മളൊരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത്, എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളൊരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത്, ഒരു കമ്പനിയിലേക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ ഒരു കമ്പനിയും നമ്മൾ ഏത് സർട്ടിഫിക്കറ്റ് ആണ്, എന്താണ് പഠിച്ചത് എന്നുള്ളത് നോക്കുന്നില്ല. ഓക്കെ, അവർ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ആസ് എ ക്യു എസ് പ്രൊഫഷൻ അവരുടെ കമ്പനിക്ക് വേണ്ടിയിട്ട്, ആ ഒരു പോസ്റ്റിന് വേണ്ടിയിട്ട്, ക്വാണ്ടിറ്റി സർവർ എന്ന് പറയുന്ന ആ ഒരു പോസ്റ്റിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യാൻ കഴിയുക എന്ന് മാത്രമാണ് അവർ ടെസ്റ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ സ്കിൽ എത്രയാണെന്നുള്ളതാണ് ടെസ്റ്റ് ചെയ്യുന്നത്. അല്ലാതെ നിങ്ങൾ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചു, പിന്നെ അങ്ങനെയുള്ള വിഷയങ്ങളെ കുറിച്ചിട്ടൊന്നും എന്ത് ചെയ്യില്ല, ഒരു കമ്പനിയും ബോധടല്ല. ഓക്കെ, സോ നിങ്ങൾ സർട്ടിഫിക്കറ്റ് ഫോക്കസ് എന്ന് പറയുന്ന സംഭവത്തെ കുറിച്ച് നിങ്ങൾ ഒഴിവാക്കുക. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് മിസ്റ്റേക്ക് നമ്പർ 2 എന്ന് പറഞ്ഞാൽ, തിങ്കിങ് ക്യു എസ് ഇസ് ഈക്വൽ ടു ടേക്ക് ഓഫ് ആൻഡ് മെഷർമെന്റ്. അതായത് ക്വാണ്ടിറ്റി സർവേയിങ് എന്ന് പറഞ്ഞാൽ പ്യുവർലി ടേക്ക് ഓഫ് മെഷർമെന്റ്സും ആണ് എന്നുള്ള ഒരു ധാരണ പല ആളുകൾക്കുണ്ട്. ഈ ഒരു മിസ്റ്റേക്കുകളെല്ലാം ഇതിലെ എക്സ്പീരിയൻസും സ്റ്റുഡൻസിന്റെ ഒരു ഫീഡ്ബാക്കിലും വെച്ചാണ് നമ്മൾ ഈ മിസ്റ്റേക്കുകളെല്ലാം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതായത് ക്വാണ്ടിറ്റി സർവേ എന്ന് പറയുമ്പോൾ അത് മെഷർമെന്റ്സ് ആണ്, ടേക്ക് ഓഫുകളാണ് എന്ന് മാത്രം വിശ്വസിക്കുന്ന കുറെ ആളുകളുണ്ട്. ഒരിക്കലും നമ്മൾ അങ്ങനെ ചിന്തിക്കരുത്. ക്യു എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ഓഫ് ദി എന്താ പറയാ, ഒരു ചാലഞ്ചിങ് പ്രൊഫഷൻ ആണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഫഷനാണ്. അതിൽ ടേക്ക് ഓഫ് ആൻഡ് മെഷർമെന്റ്സ് എന്ന് പറഞ്ഞാൽ വളരെ ഒരു ചെറിയ മിനിമൽ പാർട്ട് മാത്രമാണ് വരുന്നത്. പക്ഷേ അതിന്റെ ഒരു മേജർ പാർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, കോൺട്രാക്ട് അഡ്മിനിസ്ട്രേഷൻ അതിൽ വരുന്നുണ്ട്. സ്ക്രീനിൽ കാണാം, എ ഗുഡ് ക്യു എസ് മെഷേഴ്സ് ക്വാണ്ടിറ്റീസ്, എ ഗ്രേറ്റ് ക്യു എസ് മെഷേഴ്സ് ഇമ്പാക്ട്. അതായത് നമ്മുടെ ഒരു ഹോൾ പ്രോജക്റ്റിന്റെ ഒരുപാട് ഏരിയാസ്, കൊമേഴ്ഷ്യൽ ഏരിയ മൊത്തമായിട്ട് കൺട്രോൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ക്വാണ്ടിറ്റി സർവേയർ. ഓക്കെ, അതായത് അതിന്റെ ഒരു ഫിനാൻഷ്യൽ ഹെൽത്ത്, ആ ഒരു പ്രോജക്റ്റിന്റെ ഫിനാൻഷ്യൽ ഹെൽത്ത് ഡിസൈഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ക്യു എസ്. അപ്പോൾ ജസ്റ്റ് ഒരു ക്യു എസ് എന്ന് പറയുന്നത് ഒരു ടേക്ക് ഓഫ് ആൻഡ് മെഷർമെന്റ്സ് ആയിട്ട് മാത്രം നിങ്ങൾ തിങ്ക് ചെയ്യരുത്. ഓക്കെ, ക്യു എസ് എന്ന് പറഞ്ഞാൽ എന്താണ്, കോൺട്രാക്ട് അഡ്മിനിസ്ട്രേഷൻ അതിൽ വരുന്നുണ്ട്, കോസ്റ്റ് കൺട്രോൾ അതിൽ വരുന്നുണ്ട്, ക്ലെയിംസ് ആൻഡ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ വരുന്നുണ്ട്, വാല്യൂ എഞ്ചിനീയറിംഗ് വരുന്നുണ്ട്, അങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ഈ ക്യു എസിൽ ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്നുണ്ട്. ഇനി നമ്മൾ മേക്ക് ചെയ്യുന്ന മറ്റൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, ബിലീവിങ് സോഫ്റ്റ്വെയർ വിൽ മേക്ക് യു എ ക്യു എസ്. അതായത് മൂന്നാമത്തെ മിസ്റ്റേക്ക് ആണ്. അതായത് നമ്മൾ ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയർ പഠിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ പല പല സ്ഥാപനങ്ങളും സോഫ്റ്റ്വെയർ മാത്രം, ക്വാണ്ടിറ്റി സെർവർ റിലേറ്റഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ് പഠിപ്പിക്കുന്നുണ്ട്. ഈ സോഫ്റ്റ്വെയർ പഠിക്കും, നിങ്ങൾ പ്ലാൻ സ്വിഫ്റ്റ് പഠിച്ചതുകൊണ്ട് പറ്റില്ല. കാരണം ഓട്ടോകാഡ് എന്താണ്, സോഫ്റ്റ്വെയർ ആണ്. അതായത് നമുക്ക് ക്യു എസിന് ഈ ഒരു സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു സപ്പോർട്ടിംഗ് എലമെന്റ് മാത്രമാണ്. എല്ലാ സോഫ്റ്റ്വെയറുകളും, ഓട്ടോകാഡ് സോഫ്റ്റ്വെയർ, റിവിറ്റ് പോലത്തെ സോഫ്റ്റ്വെയർ, പ്ലാൻ സ്വിഫ്റ്റ് പോലത്തെ സോഫ്റ്റ്വെയർ, കോസ്റ്റെക്സ് പോലത്തെ സോഫ്റ്റ്വെയർ, എസ്റ്റിമേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന കോസ്റ്റെക്സ്, കാൻഡി പോലത്തെ സോഫ്റ്റ്വെയറുകൾ, ഇതെല്ലാം നമുക്ക് എന്താണ്, ഒരു സപ്പോർട്ടിംഗ് എലമെന്റ് മാത്രമാണ്. അല്ലാതെ ഇത് പഠിച്ചത് കൊണ്ട് നിങ്ങൾ എന്താ, സോഫ്റ്റ്വെയർ പ്രൊഫഷൻസി ഈസ് വാല്യൂബിൾ ബട്ട് ഇറ്റ്സ് എ സപ്പോർട്ടിംഗ് സ്കിൽ, നോട്ട് ദി ഫൗണ്ടേഷൻ ഓഫ് യുവർ എക്സ്പെർട്ടൈസ്. അത് നമുക്ക് നമ്മുടെ ഒരു സോഫ്റ്റ്വെയർ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സോഫ്റ്റ്വെയർ പഠിച്ചത് കൊണ്ട് മാത്രം നമുക്ക് എന്താവില്ല, ക്യു എസ് ആവാൻ കഴിയില്ല. ഫോർത്ത് മിസ്റ്റേക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇഗ്നോറിംഗ് ദി പവർ ഓഫ് ഡ്രോയിങ്സ്. അതായത് നമ്മൾ ഡ്രോയിങ്സിനെ കുറിച്ച്, ഇപ്പൊ നമ്മളെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമുക്ക് കോഴ്സ്, ഈ കരിക്കുലത്തിൽ ഡ്രോയിങ്സിന് വളരെയേറെ ഇമ്പോർട്ടൻ്റ്. നമ്മളെ ഒരു 70% നമുക്ക് എന്ത് പറയാം, ഡ്രോയിങ്സിൽ മാത്രം ഫോക്കസ്ഡ് ആണ്. ഓക്കെ, എങ്ങനെയാണ് ഡ്രോയിങ്സിന് റീഡ് ചെയ്യാൻ പറ്റുക? കാരണം എല്ലാം ഡ്രോയിങ്സിനെ ബേസ് ചെയ്തിട്ടാണ് പോകുന്നത്. ഡ്രോയിങ്സിന് പ്രോപ്പർ ആയിട്ട് റീഡ് ചെയ്തിട്ടില്ലെങ്കിൽ യു വിൽ മേക്ക് മിസ്റ്റേക്സ് ഇൻ ദ ക്വാണ്ടിറ്റി. ഇപ്പൊ ഡ്രോയിങ്സിന് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡ്രോയിങ്സിനെ റീഡ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ ഇങ്ങനെ മിസ്റ്റേക്കുകൾ ഈ ഡ്രോയിങ്സിൽ
കൂടുതൽ മാസ്റ്റർ ആവുക. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡ്രോയിങ്സ് നമ്മൾ നോക്കുക. മിഡിൽ ഈസ്റ്റിലൊക്കെ എന്ന് പറഞ്ഞാൽ ഹൈ റൈസ് ബിൽഡിങ്സിലൊക്കെ നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡ്രോയിങ്സ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെക്ഷൻസും എലിവേഷൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ ഡ്രോയിങ്സ് നോക്കിയിട്ട് വേണം, ഡിഫറെന്റ് സെക്ഷൻസ് എലിവേഷൻസ് നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ടേക്ക് ഓഫ് ചെയ്യാനൊക്കെ, ക്വാണ്ടിറ്റി ടേക്ക് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതെല്ലാം നോക്കിയിട്ട് വേണം ചെയ്യാൻ. അപ്പൊ ഇതിൽ എന്തെങ്കിലും ഡ്രോയിങ്സ് നമ്മൾ പ്രോപ്പർ നോളജ് അല്ലെങ്കിൽ ബാക്കിയുള്ള എല്ലാ വിഷയങ്ങളും നമ്മൾ മിസ്റ്റേക്സ് ഉണ്ടാക്കും. അതായത് പറയുന്നത് എന്താണ്, യുവർ പ്രൈമറി ലാംഗ്വേജ്, ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ പ്രൈമറി ലാംഗ്വേജ് ആണ്. അക്യുറേറ്റ് ക്വാണ്ടിഫിക്കേഷൻ നമുക്ക് ആവശ്യമുണ്ട്. ഇത് എന്തിനെ നമ്മൾ ബാധിക്കും, നമ്മുടെ പേയ്മെന്റ് അപ്ലിക്കേഷൻസിനെയും വേരിയേഷൻസിനെയും അതുമായി ബന്ധപ്പെട്ട റേറ്റ് അനാലിസിസിനെയും എല്ലാം ഈ ക്വാണ്ടിഫിക്കേഷനിൽ മിസ്റ്റേക്ക് വന്നാൽ എന്താണ്, അത് അതിനെ ബാധിക്കും. സോ പ്രോപ്പർ ആയിട്ട് ഡ്രോയിങ്സ് റീഡ് ചെയ്യാൻ കഴിയുക എന്ന് പറഞ്ഞാൽ അതൊരു സ്കില്ലാണ്. അപ്പൊ അതിനൊരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇഗ്നോർ ചെയ്യാൻ പറ്റില്ല. ഇതിൽ അഞ്ചാമത്തെ മിസ്റ്റേക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മിസ്റ്റേക്കാണ്, നോട്ട് അണ്ടർസ്റ്റാൻഡിങ് ഹൗ ദ ഇൻഡസ്ട്രി വർക്ക്സ്. അതായത് പറഞ്ഞാൽ ആവശ്യമായിട്ടുള്ള കുറച്ച് സ്കിൽസ് സർവേ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ആദ്യം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു വിഷയമാണ് ഇൻഡസ്ട്രി എന്താണ്, അതിന്റെ സ്ട്രക്ചർ എന്താണെന്നുള്ളത് പഠിക്കൽ. ഓക്കെ, അതായത് നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഒരു പ്രോജക്റ്റിൽ നമുക്ക് ക്ലയൻസ് വരുന്നുണ്ട്, കൺസൾട്ടന്റ് വരുന്നുണ്ട്, മെയിൻ കോൺട്രാക്ടർ വരുന്നുണ്ട്, ഇവർ ഈ ഏരിയാസിലൊക്കെ നമുക്ക് ക്ലയന്റ് സൈഡിൽ നമുക്ക് ക്യൂഎസിനെ കാണാൻ കഴിയും, കൺസൾട്ടന്റിൽ ക്യൂഎസിനെ കാണാൻ കഴിയും, PMC പ്രോജക്ട് മാനേജ്മെന്റ് കൺസൾട്ടന്റിൽ കാണാൻ കഴിയും, മെയിൻ കോൺട്രാക്ടറിൽ ക്യൂഎസിനെ കാണാൻ കഴിയും, സബ് കോൺട്രാക്ടറിലും ക്യൂഎസിനെ കാണാൻ കഴിയും. അപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ പോയിട്ട് കുറച്ച് QS നോളേജ് പഠിച്ചാൽ, ഞാൻ ഈ പറയുന്ന ഏതിലാണ് പോയി പ്ലേസ്ഡ് ആവുക എന്നുള്ള നോളേജ് നിങ്ങൾക്ക് വേണം. അതിനാദ്യം എന്ത് ചെയ്യണം, ഈ ഇൻഡസ്ട്രി എന്താണെന്നുള്ളത് പഠിക്കണം. അതായത് ഇപ്പോ കാരണം ഈ പറയപ്പെട്ട 5 പാർട്ടീസ് ഇൻ ഇൻഡസ്ട്രി, അതായത് ക്ലയന്റ്, കൺസൾട്ടന്റ്, PMC, മെയിൻ കോൺട്രാക്ടർ, സബ് കോൺട്രാക്ടർ, ഇതിൽ ഏതിലെങ്കിലും ഒന്നിൽ മാത്രമേ എന്താവൂ, നിങ്ങൾ നിങ്ങൾ പോസ്റ്റ് ആകുന്നു, നിങ്ങൾ പ്ലേസ്ഡ് ആകുന്നു. അങ്ങനെ പ്ലേസ്ഡ് ആകുമ്പോൾ ആ മെയിൻ കോൺട്രാക്ടർ സൈഡിൽ വർക്ക് ചെയ്യുന്ന QSന് വേണ്ട സ്കിൽസ് ആണ് നിങ്ങൾ പഠിക്കേണ്ടത്, ശരിയല്ലേ? കാരണം ഇതിൽ ഓരോന്നിലും വർക്ക് ചെയ്യുന്ന QSും ഡിഫറെന്റ് ആക്ടിവിറ്റീസ് ആണ് ചെയ്യുന്നത്. കുറച്ച് ബേസിക് കാര്യങ്ങൾ അറിയണം. അതിന് പുറമെ അതല്ലാതെ എന്തുണ്ട്, ഇതിന്റെ ഒരു ഓപ്പറേഷൻ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതിൽ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിലെ തമാശ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു എൻട്രി ലെവൽ QS ആണ്, അതായത് നിങ്ങൾ QS പ്രൊഫഷനിലേക്ക് ആദ്യമായിട്ട് എൻട്രി ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് സബ് കോൺട്രാക്ടറിലോ മെയിൻ കോൺട്രാക്ടറിലോ മാത്രമേ പ്ലേസ്ഡ് ആവാൻ പറ്റൂ. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, സബ് കോൺട്രാക്ടറിന് എഴുതിയിട്ടുണ്ട്, മെയിൻ കോൺട്രാക്ടറിന് എഴുതിയിട്ടുണ്ട് താഴെ. ഇതല്ലാതെ PMC കൺസൾട്ടന്റ് ക്ലയന്റിലേക്ക് നിങ്ങൾ ഫസ്റ്റ് ഒരു 0 എക്സ്പീരിയൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് കയറാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു നോളേജ് നമുക്ക് വേണം. എനിക്ക് ആസ് ആൻ എൻട്രി ലെവൽ QSലെ പ്രൊഫഷനിലേക്ക് എൻട്രി ചെയ്യുന്ന എനിക്ക് കയറാൻ പറ്റുന്ന എവിടെയുള്ളൂ, സബ് കോൺട്രാക്ടർ സൈഡിലോ മെയിൻ കോൺട്രാക്ടർ സൈഡിലോ മാത്രമേ എൻട്രി ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള നോളജ് നിങ്ങൾക്ക് വേണം. അതറിയണമെങ്കിൽ ഈ ഇൻഡസ്ട്രി സ്ട്രക്ചർ അറിയണം. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത് നമ്മൾ എന്താ ചെയ്യുക, ഈ ഇൻഡസ്ട്രി അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും, എന്താണ് സബ് കോൺട്രാക്ടർ സൈഡിലുള്ള QS ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് നമ്മൾ പഠിക്കണം. അതുപോലെ തന്നെ അല്ലെങ്കിൽ എന്താണ് മെയിൻ കോൺട്രാക്ടറിലെ QS എന്താണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ പഠിക്കണം. ഈ കാര്യം പഠിച്ചാൽ പിന്നെ നമുക്ക് എന്തായി, സേഫായി. പിന്നെ നമ്മൾ അടുത്ത PMCയിലേക്കോ കൺസൾട്ടന്റിലേക്കോ ആഫ്റ്റർ സം എക്സ്പീരിയൻസ് നിങ്ങൾക്ക് മൂവ് ചെയ്യാം. ഓക്കെ, എന്റെ എക്സ്പീരിയൻസ് ബേസിക്കലി സബ് കോൺട്രാക്ടറിലും മെയിൻ കോൺട്രാക്ടറിലുമാണ്. ഓക്കെ, എന്റെ എക്സ്പീരിയൻസ് ബേസിക്കലി കിടക്കുന്നത് സബ് കോൺട്രാക്ടറിലും മെയിൻ കോൺട്രാക്ടറിലും. നമ്മുടെ ഒരു കുലത്തിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഒരു എൻട്രി ലെവൽ QS, അതായിട്ട് ഈ ഒരു പ്രൊഫഷൻ ചൂസ് ചെയ്യുന്ന ആളുകൾക്ക് ഫസ്റ്റ് ഈ ഒരു പ്രൊഫഷനിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യം നമുക്ക് കിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമുണ്ട്, അതെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഈ മിസ്റ്റേക്ക് നമ്മൾ ഒഴിവാക്കണം. ഇൻഡസ്ട്രിയെ കുറിച്ച് നമ്മൾ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. നമ്മൾ എവിടെയാണ് അപ്ലൈ ചെയ്യുന്നത്, ഏത് ജോബിനാണ് അപ്ലൈ ചെയ്യുന്നത്, ആ കമ്പനി മെയിൻ കോൺട്രാക്ടർ നമുക്ക് നോളജ് വേണം. ഓക്കെ, ഇഗ്നോറിംഗ് CV ആൻഡ് ഇന്റർവ്യൂ പ്രിപ്പറേഷൻ. അതായത് യുവർ CV സ്പീക്സ് ബിഫോർ
ഓക്കെ, അതായത് എന്തൊക്കെയാണ് നമ്മൾ ഒരു സി വി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ മേക്ക് ചെയ്യുന്ന ചില മിസ്റ്റേക്കുകൾ, അത് നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കേണ്ടതുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, 2 സി വി എടുത്തിട്ടുണ്ട്. ഒന്ന് എൻ്റെ സി വി ആണ്, അതുപോലെ തന്നെ മറ്റൊന്നൊരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് ഒരു വ്യക്തി പ്രിപ്പയർ ചെയ്ത സി വി ആണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ സി വി സ്പീക്സ് ബിഫോർ യു ഡു മേക്ക് ഇറ്റ് കൗണ്ട്. അതായത് നിങ്ങൾ ഏതൊരു കമ്പനിയിലേക്ക് എൻട്രി ചെയ്യുന്നതിന് മുന്നേയും ഫസ്റ്റ് ആയിട്ട് ആ കമ്പനിയോട് സംസാരിക്കുന്നത് ആരാ? നിങ്ങളുടെ സി വി ആണ്. എങ്ങനെയാണ്, നിങ്ങളൊരു ജോബ് ഓപ്പണിംഗ് കാണുന്നു, ആ ജോബ് ഓപ്പണിംഗിലേക്ക് ഒരു സി വി അയക്കുന്നു, നിങ്ങളുടെ സി വി അയക്കുന്നു. സോ ആദ്യം സംസാരിക്കുന്ന ആരാ? നിങ്ങൾക്ക് ആദ്യം സംസാരിക്കുന്ന വ്യക്തി. ഓക്കെ, ഓക്കെ, general description with no quantifiable achievements. Missing keywords that applicant tracking system scan for. Applicant tracking system അതൊക്കെ ഒരു സംഭവമാണ്. Okay, poor formatting that makes a document difficult to read. Overemphasis on duties rather than results. അതായത് ഇതിൽ ഫസ്റ്റ് നമ്മൾ ജനറിക് ജോബ് റിസൾട്ട്സ് ഉണ്ടാവും, ജോബ് ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും. അതായത് കോമൺ ആയിട്ട് നമുക്ക് കാണുന്ന ചില ജോബ് ഡിസ്ക്രിപ്ഷൻസ് നമ്മൾ കൊടുക്കും. കോമൺ ആയിട്ട് കാണുന്ന ചില ജോബ് ഡിസ്ക്രിപ്ഷൻ, നമ്മൾ ഭയങ്കര എനർജറ്റിക് ആണ്, നമ്മൾ എന്തൂസിയാസ്റ്റിക് ആണ്, ഭയങ്കര റെസ്പോൺസിബിൾ ആണ്, സിൻസിയർ ആണ് എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും ജനറൽ ആയിട്ട് നമ്മൾ കൊടുക്കുക. ഓക്കെ, അതല്ലാതെ നമ്മൾ എന്താകുന്നില്ല, നമ്മുടെ അച്ചീവ്മെന്റ്സിനെ കുറിച്ചോ കമ്പനിയുടെ വേക്കൻസി എന്താ ഉദ്ദേശിക്കുന്നത്, അതിലേക്ക് ആ ഒരു പൊസിഷനിലേക്ക് ഞാൻ ആപ്റ്റ് ആകുന്ന സ്കില്ലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സി കൊടുക്കുന്നത്. സി വി കാണുന്നുണ്ടല്ലോ അല്ലെ? സി വി കാണുന്നുണ്ടല്ലോ അല്ലെ? ഈ സി വിയിൽ എന്താ കൊടുത്തിട്ടുള്ളത്? സിവിൽ എഞ്ചിനീയർ ഓർ ക്വാണ്ടിറ്റി സർവേർ. അതായത് ഇത് കൊടുത്ത ആൾക്ക് എന്തല്ല, ഇതിൽ നമ്മൾ ഇങ്ങനെ ഒരു സി വി, ഈ വെബിനാർ അറ്റൻഡ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്കാണ് ഇങ്ങനെ ഒരു സി വി എത്തുന്നത് എന്ന് വിചാരിക്കുക. എക്സാമ്പിൾ, നിങ്ങൾ ആദ്യം സ്ട്രൈക്ക് ചെയ്യുന്ന കാര്യം എന്തായിരിക്കും? ഫസ്റ്റ് കാണുന്നത് സിവിൽ എഞ്ചിനീയർ ഓർ ക്വാണ്ടിറ്റി സർവേർ. അപ്പൊ അതായത് പുള്ളി ഏതിലാണ് എന്നുള്ളത് ഒരു കൺഫ്യൂഷൻ ആണ്. സിവിൽ എഞ്ചിനീയറിലാണോ ക്വാണ്ടിറ്റി സർവേയിങ്ങിലാണോ? രണ്ടിനും സ്കിൽ ഉണ്ടാവും, പക്ഷെ ഇത് ഏതാണ് പുള്ളി ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ളത് ഇതിൽ ക്ലിയർ അല്ല. ചിലപ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ സ്കിൽസ് ഉള്ള ആളുകളായിരിക്കാം. അതായത് നിങ്ങൾ കുറച്ചു കാലം എന്തായിരിക്കാം, സൈറ്റ് എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്തതിനു ശേഷം പിന്നെ ക്യു എസിലേക്ക് ഷിഫ്റ്റ് ആയി വന്ന ആൾ. അപ്പൊ നിങ്ങൾ ക്യു എസിന്റെ ജോബിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ക്യു എസിന്റെ സ്കിൽസ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, ഇതിലിപ്പോ കൊടുത്തിട്ടുള്ളത് എന്താണ്? ഒരു സിവിൽ എഞ്ചിനീയർ അല്ലെങ്കിൽ ക്വാണ്ടിറ്റി സർവർ, അങ്ങനത്തെ ഒരു പ്രൊഫഷനിൽ ഏതിലാണെന്നുള്ള ഉറപ്പില്ലാത്ത രീതിയിലാണ് ആൾ എന്ത് ചെയ്തിട്ടുള്ളത്, സി പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, ആസ് എ സിവിൽ എഞ്ചിനീയർ വിത്ത് 4 years ഓഫ് പ്രോജക്ട് കോർഡിനേഷൻ എക്സ്പീരിയൻസ്. അപ്പൊ ഇതിൽ ക്വാണ്ടിറ്റി സർവർ ഒരു കാര്യവും വന്നിട്ടില്ല. ഓക്കെ, ഐ ഹാവ് കോർഡിനേറ്റ് സക്സസ്ഫുൾ എക്സിക്യൂഷൻ ഓഫ് എ മിഡ് റൈസ് റെസിഡൻഷ്യൽ വെയർഹൗസ് ഇൻ ഇന്ത്യൻ ഫിറ്റ് ഓഫ് പ്രോജക്ട്. This hands-on background has given practical understanding of construction sequences and challenges. To formally pivot my career, I have completed an advanced diploma in quantity surveying. Nursing quantity survey position where I can apply my combined site knowledge and new skills to provide accurate cost management, robust financial control, including meticulous preparation agreement of indirect payments. ഇത് എങ്ങനെയാ പറയാ, നമ്മൾ ഇതിലൊരു ക്വാണ്ടിറ്റി സർവേ ആണോ സിവിൽ എഞ്ചിനീയർ ആണോ എന്നുള്ള കൺഫ്യൂഷൻ നമുക്ക് നിലനിൽക്കുന്നുണ്ട്. ഓക്കെ, പുള്ളി ഇദ്ദേഹം വർക്ക് ചെയ്ത പ്രോജക്റ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ പ്രോജക്റ്റിലെല്ലാം കൊടുത്തിട്ടുള്ളത് എന്തിന്റെ എക്സ്പീരിയൻസ് ആണ് കൂടുതലും? ഒരു പ്രോജക്ട് എഞ്ചിനീയറുടെ അല്ലെങ്കിൽ സൈറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് കൂടുതൽ കൊടുത്തിട്ടുള്ളത്. ക്വാണ്ടിറ്റി സർവേയുടെ എക്സ്പീരിയൻസിൽ കുറവാണ്. ഓക്കെ, പിന്നെ ഇതിൽ എഡ്യൂക്കേഷൻ നോക്കുകയാണെങ്കിൽ അഡ്വാൻസ് ഡിപ്ലോമ ഇൻ ക്വാണ്ടിറ്റി സർവേയിങ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അല്ലാതെ ക്വാണ്ടിറ്റി സർവേയിങ്ങിൽ എന്തെല്ലാം സ്കിൽസ് ആണ് ഉള്ളത് എന്നുള്ളതിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. ഈ കമ്പനി നോക്കുന്ന സമയത്ത് അവരെന്താ മനസ്സിലാക്കുന്നത്, ഒരു ക്വാണ്ടിറ്റി സർവർ പൊസിഷനിലേക്ക് പറ്റുന്ന ഒരു വ്യക്തി അല്ല ഇദ്ദേഹം, ഒരു സൈറ്റ് എഞ്ചിനീയർ പറ്റുന്നതാണ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് എൻ്റെ പേഴ്സണൽ സി വിയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ പേഴ്സണൽ സി വി നോക്കുന്ന സമയത്ത് നമുക്ക് ഇതിൽ ഫസ്റ്റ് സ്ട്രൈക്ക് ചെയ്യുന്ന ഏറ്റവും ഹെഡിങ്ങിലുള്ള കാര്യമാണ് മുഹമ്മദ് താജ്, സീനിയർ ക്വാണ്ടിറ്റി സർവേയർ, 10 years of പോസ്റ്റ് കോൺട്രാക്ട് എക്സ്പെർട്ടൈസ് ഇൻ ഹൈ റൈസ് പ്രോജക്ട്സ് ഫോർ മെയിൻ കോൺട്രാക്ടേഴ്സ്. അതിൽ തന്നെ മൊത്തം കവർ ആവും. 10 years ഓഫ് പോസ്റ്റ് കോൺട്രാക്ട് എക്സ്പെർട്ടൈസ് ഇൻ ഹൈ റൈസ് പ്രോജക്ട്സ് ഫോർ മെയിൻ കോൺട്രാക്ടേഴ്സ്.
ഇത്രയും കാര്യങ്ങൾ എത്ര വർഷം എക്സ്പീരിയൻസ് ഉണ്ട്, എന്തിനാണ് കൂടുതൽ എക്സ്പീരിയൻസ്, ഏത് സൈഡിലെ എക്സ്പീരിയൻസ് എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ഞാൻ നിങ്ങളോട് പറയുന്നത് എന്ത്, മെയിൻ കോൺട്രാക്ടർ, സബ് കോൺട്രാക്ടർ, PMC, ക്ലയന്റ് എന്ന് പറഞ്ഞ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതിൽ ഞാൻ ഫോക്കസ്ഡ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്, സ്പെസിഫിക് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്, ഏത് സൈഡിലാണ് എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളത്. ഓക്കെ, പിന്നെ പ്രൊഫഷണൽ പ്രൊഫൈൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ ഞാൻ ഈ കാര്യങ്ങൾ വീണ്ടും പറയുന്നുണ്ട്. സീനിയർ ക്വാണ്ടിറ്റി സർവേർ വിത്ത് 9+ years of post contract expertise on the main contractor side in UAE. ഏത് എക്സ്പീരിയൻസ് ആണ് അവർ ചിലപ്പോൾ എന്ത് ചെയ്യുന്നത്, കൂടുതൽ പ്രിഫറബിൾ ആക്കിയിട്ട് അവർ എടുക്കുന്നത്. ഓക്കെ, ഇപ്പൊ UAE അല്ലെങ്കിൽ ഖത്തറിലോ ഉള്ള എക്സ്പീരിയൻസ് ആണ് മെയിൻ കോൺട്രാക്ടർ സൈഡിലാണ്, പോസ്റ്റ് കോൺട്രാക്ട് സൈഡിലാണ് എക്സ്പീരിയൻസ് എന്നുള്ള അത്രയും സ്പെസിഫിക് ആയിട്ട് US പ്രൊഫഷനിലെ നമ്മൾ മനസ്സിലാക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു വേർഡ്സിനെ തന്നെ നമ്മൾ ഡ്രാഫ്റ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ CV ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ CV ആണ് ആദ്യം സംസാരിക്കുന്നത്. സോ CV ഡ്രാഫ്റ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു പ്രൊഫഷന് വേണ്ട കുറച്ച് നോളജുകളുണ്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് നോളജുകൾ, കുറച്ച് സ്കിൽസ്, അതാണ് നമ്മൾ അവിടെ കൊടുത്തിട്ടുള്ളത്. സ്കിൽഡ് ഇൻ ക്ലയന്റ് പേയ്മെന്റ് അപ്ലിക്കേഷൻ, സബ് കോൺട്രാക്ട് മാനേജ്മെന്റ്, വാരിയേഷൻ ക്ലെയിംസ്. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ വർക്ക് എക്സ്പീരിയൻസിലേക്ക് പോകുന്ന സമയത്ത് സീനിയർ ക്വാണ്ടിറ്റി സർവേയർ ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള മേജർ പ്രോജക്റ്റ്, അതിന്റെ പ്രോജക്റ്റ് വാല്യൂ എത്രയാണ്, ആരാണ് ക്ലയന്റ്, ആരാണ് കൺസൾട്ടന്റ്, അവിടെ ഞാൻ വർക്ക് ചെയ്ത കാര്യങ്ങൾ. ഓക്കെ, അവിടെ ഞാൻ ചെയ്തിട്ടുള്ള മേജർ ആയിട്ട് ചെയ്ത കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റു കാര്യമാണ് കീ അച്ചീവ്മെന്റ്സ്. അതായത് നമ്മൾ ആ വർക്ക് ചെയ്തത് കൊണ്ട് എന്താണ് നമ്മൾ അവിടുന്ന് അച്ചീവ് ചെയ്തത്. അഡാപ്റ്റഡ് സീംലെസ്ലി ഫ്രം ഷെൽ ആൻഡ് കോർ ടു ഫാസ്റ്റ് ട്രാക്ക് ഇന്ത്യർ കോട്ട്. അതായത് ഞാൻ വർക്ക് ചെയ്ത പ്രോജക്ട്സ് എല്ലാം സ്ട്രക്ചറൽ ആയിരുന്നു അധികം ഉണ്ടായിരുന്നത്. സ്ട്രക്ചറൽ വർക്ക്, ഈ ഷെൽ ആൻഡ് കോർ വർക്കുകളായിരുന്നു, പ്രോജക്റ്റ് ആയിരുന്നു അധികം. അതിൽ നിന്നും ദുബായിലേക്ക് ഞാൻ പോയ സമയത്ത് എന്തായിരുന്നു, ഒരു ഇന്റീരിയർ ഫിറ്റ് ഫേമിലേക്കാണ് എന്ത് ചെയ്തത്, മാറിയത്. അപ്പോൾ ആ ഒരു ട്രാൻസിഷൻ വളരെ സ്മൂത്ത് ആയിട്ട് ഞാൻ ചെയ്തു എന്നുള്ളതാണ് കാണിക്കുന്നത് അതിന്റെ അച്ചീവ്മെന്റ്. ഓക്കെ, അതുപോലെ തന്നെ എൻഷുവർ ടൈംലി വാലുവേഷൻ ആൻഡ് വേരിയേഷൻ അപ്രൂവൽ ഓൺ AED 127 million പ്രോജക്ട് വിത്ത് JLL. ഓക്കെ, അപ്പോൾ എന്താണ് എന്റെ കീ അച്ചീവ്മെന്റ്സ് ആണ്. ഇനി സീനിയർ ക്വാണ്ടിറ്റി സർവേർ ആയിട്ട് വേറെ കമ്പനിയിൽ വർക്ക് ചെയ്ത സമയത്ത് അതിനും എനിക്ക് എന്തുണ്ട്, കീ അച്ചീവ്മെന്റ്സ് ഉണ്ട്. അതായത് ഇതിന്റെ കീ അച്ചീവ്മെന്റ്സ് എന്താണ്, streamlined payment processes for subcontractors, reducing approval times by 15%, successfully led a team of 2 junior QS. ഇതൊക്കെ നമ്മൾ പറയുന്നുണ്ട്, ഞാനൊരു ലീഡറാണ്, ഞാൻ 2 ജൂനിയർ QSനെ എന്ത് ചെയ്തിട്ടുണ്ട്, അവർ എൻ്റെ അണ്ടറിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ഞാൻ ടീം ചെയ്തിട്ടുണ്ട്. അവർക്ക് ഇതൊക്കെയാണ് അറിയേണ്ടത്. ആസ് എ ലീഡർ, സീനിയർ ക്വാണ്ടിറ്റി സർവർ എന്ന് പറയുമ്പോൾ ഒരു ടീമിന്റെ ലീഡറാണ്. അപ്പൊ ലീഡറിന് ആ ലീഡർ പൊസിഷനിൽ അദ്ദേഹത്തിന് എന്തൊക്കെ ചെയ്യാൻ കഴിയും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ CV-യിലൂടെ നമ്മുടെ സ്കിൽസിനെ ആ കമ്പനിക്ക് നമ്മൾ കാണിച്ചു കൊടുക്കുക ചെയ്യുന്നത്. ഓക്കെ, സോ ഈ രീതിയിൽ വളരെ എന്താ പറയാ കണ്ണിങ് ആയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഒരു CV. ഞാൻ മേജർ വർക്ക് ചെയ്ത പ്രോജക്റ്റിന്റെ ഫോട്ടോസ് അതിന്റെ ഏറ്റവും ലാസ്റ്റിൽ പ്രോജക്റ്റും അതിന്റെ വാല്യൂസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എന്ന് ഒരു നിങ്ങൾ ഈ കോഴ്സ് നമ്മുടെ സിയത്നയിൽ പറയുന്ന നമ്മുടെ സ്റ്റുഡൻസിനെ കൊണ്ട് നമ്മൾ ചെയ്യിക്കുന്ന ഒരു കാര്യമാണ്. അവർ ഏത് പ്രോജക്റ്റിലാണ് വർക്ക് ചെയ്തിട്ടുള്ളത്, ആ പ്രോജക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസും അതിൽ നിന്നും അവർ ഗെയിൻ ചെയ്ത സ്കില്ലുമാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു എക്സ്പീരിയൻസ് പാർട്ടിൽ അവർ ഇടുന്നത്. ഓക്കെ, അല്ലാതെ ഞാൻ ഒരു ഡിപ്ലോമ കോഴ്സ് പഠിച്ചു എന്ന് പറഞ്ഞിട്ട് എഡ്യൂക്കേഷൻ ചെയ്യുക. നമ്മൾ ചെയ്യുന്നത് എന്താണ്, ഒരു പഠിച്ച കാര്യങ്ങളെ ഇതേ ചെയ്യിപ്പിക്കും. ഓക്കെ, എന്ത് ചെയ്യും, നമ്മൾ റെക്ടിഫൈ ചെയ്യും. സോ നമുക്ക് നെക്സ്റ്റ് മിസ്റ്റേക്കിലേക്ക് മൂവ് ചെയ്യാം. മിസ്റ്റേക്ക് നമ്പർ 7, ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അതായത് ടേക്കിംഗ് അഡ്വൈസ് ഫ്രം അൺപ്രൊഫഷണൽ സോഴ്സസ്. അതായത് നമുക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് മൂവ് ചെയ്യുമ്പോൾ നമ്മൾ അഡ്വൈസ് എടുക്കുന്നത് ആരടുത്തുനിന്നാണ്, അത് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്.
ആണ് നമ്മൾ അഡ്വൈസ് എടുക്കുന്നത്. ഓക്കെ, നമ്മൾ അഡ്വൈസ് എടുക്കുന്ന ആള്, ഞാൻ ടീച്ചറെ ഒരിക്കലും, നമ്മളെ ടീച്ചിങ് സ്റ്റാഫിനെ ഒരിക്കലും നമ്മളെ പഠിപ്പിച്ച സ്റ്റാഫിനെ ഒരിക്കലും ഞാൻ കുറ്റം പറയല്ല. പക്ഷേ നമ്മൾ അഡ്വൈസ് എടുക്കുന്ന നമ്മുടെ ടീച്ചർ, നമുക്ക് അഡ്വൈസ് തരുന്ന വ്യക്തി, അദ്ദേഹം ആ ഫീൽഡിൽ വർക്ക് ചെയ്ത വ്യക്തിയാണോ? അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കണക്ഷനിൽ ആരെങ്കിലും ആ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നുണ്ടോ? എത്രയാണ് എനിക്ക് ആ പ്രൊഫഷനിൽ കയറി കഴിഞ്ഞാൽ സാലറി, ക്യു എസ് ഒരു പ്രൊഫഷനിലേക്ക് ഞാൻ കയറി കഴിഞ്ഞാൽ എത്രയാണ് സാലറി എന്നുള്ള വിഷയങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു തരാൻ പറ്റുന്ന ഒരു വ്യക്തിയോടാണോ ഞാൻ ചോദിക്കുന്നത്? എൻ്റെ ടീച്ചർക്ക് ഇതിനെക്കുറിച്ച് പറഞ്ഞു തരാൻ കഴിയുമോ? എന്റെ ബിടെക്കിൽ എൻ്റെ കൂടെ എന്നെ പഠിപ്പിച്ച ടീച്ചർക്ക് ഇതിന് പറഞ്ഞു തരാൻ കഴിയുമോ? ആ പ്രൊഫഷനിൽ വർക്ക് ചെയ്ത് പരിചയമുള്ള ആളാണോ? ഇതൊന്നും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരിക്കലും അഡ്വൈസ് എടുക്കരുത്. ആ പ്രൊഫഷനിൽ വർക്ക് ചെയ്യുന്ന ആളുകളുടെ അടുത്ത് മാത്രമേ ഞാൻ എന്ത് ചെയ്യുള്ളൂ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അഡ്വൈസ് എടുക്കാൻ പറ്റുള്ളൂ. അതിൽ എഴുതിയിട്ടില്ല എവരി വൺ ഹാസ് എൻ ഒപ്പീനിയൻ ബട്ട് നോട്ട് എവരി വൺ ഹാസ് എക്സ്പീരിയൻസ്. എല്ലാവരും പറയുന്നത് എന്താണ്? അവരുടെ ഒപ്പീനിയൻ ആണ്. ഞാൻ കേട്ടിട്ടുണ്ട് എന്ത്, ഈ പ്രൊഫഷനിൽ ഇതിൽ കയറി കഴിഞ്ഞാൽ അടിപൊളിയാണ്. ഞാൻ ആഡ് കണ്ടിട്ടുണ്ട് എന്ത്, ക്വാണ്ടിറ്റി സർവേയിങ് ഉഷാറാണ്. ഇങ്ങനെയുള്ള കുറേ ട്രാപ്പുകൾ എന്തുണ്ട്, പല ആളുകളും അവരവരുടെ ഒപ്പീനിയൻസ് പറയും. അപ്പൊ നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ഒരു മെന്റർഷിപ്പ് നമ്മൾ ഈ ഒരു പ്രൊഫഷൻ, US പ്രൊഫഷൻ അല്ലെങ്കിൽ മറ്റേത് പ്രൊഫഷനിൽ നമ്മൾ ചൂസ് ചെയ്യുമ്പോഴും പ്രോപ്പർ ആയിട്ടുള്ള മെന്റർഷിപ്പിലൂടെ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്രൊഫഷൻ ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, പിന്നെ എട്ടാമത്തെ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ എന്താ? എയ്ത്ത് മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലൈൻഡ്ലി ജോയിനിങ് കോഴ്സസ് ഫ്രം സോഷ്യൽ മീഡിയ ആഡ്സ്. അതായത് നമ്മൾ ഒരുപാട് ആഡ് നമ്മൾ കാണുന്നുണ്ട്. ക്വാണ്ടിറ്റി സർവേയിങ്ങിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ ഒരുപാട് ആഡ് കാണുമ്പോൾ അപ്പോൾ നമ്മൾ മനസ്സിലാക്കുകയാണ് എന്ത്, ഇതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്, ക്വാണ്ടിറ്റി സർവേയിങ് ആണ് ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് വിചാരിച്ച് എന്ത് ചെയ്യും, പല ആളുകളും അതിലേക്ക് പോയി ചാടും. ഓക്കെ, അപ്പോൾ ബ്ലൈൻഡ്ലി നമ്മൾ എന്ത് ചെയ്യരുത്, സോഷ്യൽ മീഡിയ ആഡ് കണ്ടിട്ട് ഒരിക്കലും ആ ഒരു കോഴ്സിനെ ചൂസ് ചെയ്യരുത്. ഡോണ്ട് ബൈ മോട്ടിവേഷൻ, ബിൽഡ് നോളജ്. നിങ്ങൾ ആ പ്രൊഫഷനിലെ ചൂസ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ബ്ലൈൻഡ്ലി എല്ലാവരും ആ ഒരു ഫീൽഡിലേക്ക് പോകുന്നുണ്ട് എന്ന് കണ്ടിട്ട് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, ആ ഒരു ഫീൽഡ് ചൂസ് ചെയ്യരുത്. നമ്മുടെ ഫ്രണ്ട്സ് ആ ഒരു മേഖലയിലേക്ക് പോകുന്നുണ്ടെന്ന് വിചാരിച്ച് നമ്മൾ ചൂസ് ചെയ്യരുത്. സോ അൾട്ടിമേറ്റ്ലി നിങ്ങളുടെ ലൈഫാണ്, നിങ്ങളാണ് അതിന്റെ ഡെസിഷൻ മേക്കേഴ്സ്. സോ നമ്മൾ എപ്പോഴും ഒരു സോഷ്യൽ മീഡിയ ആഡ് കണ്ടിട്ടോ ഇൻസ്റ്റഗ്രാമോ ഫേസ്ബുക്ക് ആഡ് കണ്ടിട്ടോ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഒരു കോഴ്സിലേക്കും ജോയിൻ ചെയ്യരുത്. ഓക്കെ, ഇത് നമ്മൾ കുറെ ആളുകൾ ഉണ്ടാക്കുന്ന ഒരു മിസ്റ്റേക്കാണ്. ഇപ്പൊ റീസെന്റ് ഞാൻ ഒരാളെ പരിചയപ്പെട്ടു, അവരെന്ത് ചെയ്യുന്നുണ്ട്, ക്വാണ്ടിറ്റി സർവേയും ചെയ്യുന്നുണ്ട്, ബിമ്മും ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് ബിമ്മും ക്വാണ്ടിറ്റി സർവേയും ചെയ്യുന്നത്? അപ്പൊ അവർ പറഞ്ഞു ഏതെങ്കിലും ഒന്നിൽ ഫോക്കസ്ഡ് ആവില്ലേ, അതല്ലേ നല്ലത്, ഏതാ നല്ല പ്രൊഫഷൻ എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അതിൽ ചൂസ് ചെയ്യല്ലേ നല്ലത്. QS നല്ലൊരു പ്രൊഫഷൻ അല്ലേ, കാരണം പെട്ടെന്ന് നല്ല രീതിയിൽ സാലറി ഇൻക്രീസ് കിട്ടുന്ന ഒരു പ്രൊഫഷൻ അല്ലേ, വളരെ കുറഞ്ഞ ഡ്യൂറേഷനിൽ നമുക്ക് നല്ലൊരു ഹൈ സാലറിയിലേക്ക് എത്താൻ പറ്റുന്ന ഒരു പ്രൊഫഷൻ അല്ലേ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു രണ്ടും ഉള്ളത് നല്ലതല്ലേ, ബിം ഉള്ളത് നല്ലത്. പക്ഷെ ബിം എന്താന്നുള്ളതും ആളുകൾ മനസ്സിലാക്കുന്നില്ല, QS എന്താന്നുള്ളതും അറിയുന്നില്ല. അപ്പൊ അതാണ് അവർ എടുക്കുന്ന അഡ്വൈസിന്റെ സോഴ്സ് റോങ് ആണെങ്കിൽ എന്താണ്, നമ്മുടെ ഈ ഒരു ലൈഫ് മൊത്തം മാറും. നമ്മൾ എടുക്കുന്ന ഒരു ഡിസിഷനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകുന്നത്. ഓക്കെ, കുറെ എത്തിയതിനു ശേഷമാണ് നമ്മൾ ചിന്തിക്കേണ്ടത് നമുക്കത് ആ ഒരു വഴി ചൂസ് ചെയ്താൽ മതിയായിരുന്നു എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കൊരിക്കലും റിവേഴ്സ് ചെയ്യാൻ പറ്റാത്ത കുറെ ഡിസിഷൻസ് ഉണ്ട്. കുറെ മുന്നോട്ട് പോയതിനു ശേഷം ചിന്തിക്കുമ്പോൾ നമ്മൾ ഒരുപാട് സമയം നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഓക്കെ, സോ ഡോണ്ട് ബൈ മോട്ടിവേഷൻ, ബിൽഡ് നോളജ്. ഒരിക്കലും സോഷ്യൽ മീഡിയ ആഡ് കണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യരുത്, ഒരു കോഴ്സ് ചൂസ് ചെയ്യരുത്. ഒരുപാട് പേര് ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ്. 9th മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേസിങ് കോഴ്സസ് ഇൻസ്റ്റെഡ് ഓഫ് ബിൽഡിംഗ് സ്കിൽസ്. അതായത് ചേസിങ് കോഴ്സസ് ഇൻസ്റ്റെഡ് ഓഫ് ബിൽഡിംഗ് സ്കിൽസ്. അതായത് നമ്മൾ ഒരുപാട്, ഇപ്പൊ നേരത്തെ കേസ് പറഞ്ഞതുപോലെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് കോഴ്സുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, പക്ഷേ സ്കില്ലുകൾ നമ്മൾ ബിൽഡ് ചെയ്യുന്നില്ല. പല കോഴ്സുകൾ ചെയ്യുന്നുണ്ട്. നമ്മൾ AutoCAD പഠിക്കുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മൾ പ്രൈമാവറ പഠിക്കുന്നുണ്ട്. എന്തിനാണ് നമ്മൾ പ്രൈമാവറ പഠിക്കുന്നത്? പ്രൈമാവറ ഈസ് റിലേറ്റഡ് ടു എ പ്ലാനിങ് കോഴ്സ് അല്ലേ. അപ്പൊ നമ്മൾ പ്രൈമാവറ പഠിക്കേണ്ട ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ നമ്മൾ എന്തുകൊണ്ടാണ് QS പഠിക്കുന്നത്? ഇനി അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് BIM നമ്മൾ പഠിക്കുന്നത്? ഇതെല്ലാം ഒരുമിച്ച് പഠിച്ചാൽ എനിക്കത് എല്ലാറ്റിലും വർക്ക് ചെയ്യാൻ പറ്റുമല്ലോ. അങ്ങനെയുള്ളതൊക്കെ നമ്മുടെ ടൈം കൺസ്യൂമിങ് ആണ്, മണി വേസ്റ്റേജ് ആണ്. ഇതൊക്കെ നമ്മുടെ ലാക്ക് ഓഫ് നോളജ് ആണ്. നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ അൺപ്രൊഫഷണൽ സോഴ്സിൽ നിന്നും അതുപോലെ തന്നെ ആഡ് കണ്ടിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നതാണ്, ചൂസ് ചെയ്യുന്ന പ്രൊഫഷൻസ് ആണ്. അങ്ങനെയുള്ള കോഴ്സുകളുടെ പിന്നാലെ നിങ്ങൾ എന്ത് ചെയ്യരുത്, ചേസ് ചെയ്യരുത്. ഓക്കെ, ഫോക്കസ് ഓൺ വൺ തിങ്, മാസ്റ്റർ ഇറ്റ് ആൻഡ് ദെൻ മൂവ് ഓൺ.
സോ ഇതാണ് ആളുകൾ ചെയ്യുന്ന 9th മിസ്റ്റേക്ക്. 10th മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാക്ക് ഓഫ് പ്രോപ്പർ ഗോൾ ആൻഡ് ലോസ്റ്റ് സ്പാർക്ക്. നമ്മളെ കോഴ്സിൽ ജോയിൻ ചെയ്യുന്ന കുറച്ച് പേർക്ക് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ കോഴ്സിൽ ജോയിൻ ചെയ്യുമ്പോൾ സ്റ്റാർട്ടിങ് ടൈമിലൊക്കെ ഭയങ്കര സ്പാർക്ക് ആവും. യെസ്, ഞാൻ ഈ ഒരു QS എന്ന് പറയുന്ന പ്രൊഫഷൻ ഞാൻ ക്രാക്ക് ചെയ്യും. QS പ്രൊഫഷൻ കഴിഞ്ഞിട്ട് മെഡിക്കൽ കോഡിങ്ങിന് ജോയിൻ ചെയ്ത ഒരുപാട് ആളുകൾ എനിക്കറിയാം. സത്യം, QS കോഴ്സ് പഠിച്ചതിന് ശേഷം മെഡിക്കൽ കോഡിങ്ങിലേക്ക് പോയ ആളുകളെ എനിക്കറിയാം. നമ്മൾ QS കോഴ്സ് കഴിഞ്ഞിട്ട് വിദേശത്ത് വർക്ക് ചെയ്യുന്ന ആളുകളും ഉണ്ട്, ഇഷ്ടംപോലെ ആളുകളുണ്ട്. നമ്മൾ ഇൻസ്റ്റഗ്രാം പേജ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരുപാട് ആളുകൾ പ്ലേസ്ഡ് ആയിട്ടുള്ള സക്സസ് സ്റ്റോറീസ് നിങ്ങൾക്ക് കാണാൻ കഴിയും. സോ ലാക്ക് ഓഫ് പ്രോപ്പർ ഗോൾ ആൻഡ് ലോസ് സ്പാർക്ക്. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെയ്യുമ്പോൾ ഭയങ്കര സ്പാർക്ക് ആവുകയും അവസാനമാകുമ്പോഴേക്കും ആ ഒരു സ്പാർക്ക് ഇങ്ങനെ കമ്മിയായി പോകുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് കാണാറുണ്ട്. സോ നമ്മൾ ചെയ്യുന്ന അടുത്തൊരു മിസ്റ്റേക്ക് അതാണ്. സ്റ്റാർട്ടിംഗ് ഉള്ള സ്പാർക്ക് ഏറ്റവും അവസാനം വരെ കൺസിസ്റ്റന്റ് ആയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ കൊണ്ടുപോകണം. ഡിഫൈൻ യുവർ ടാർഗറ്റ്, ട്രാക്ക് യുവർ പ്രോഗ്രസ്, റീഇഗ്നൈറ്റ് യുവർ സ്പാർക്ക്. ഇപ്പോൾ ഓരോ ടൈമിലും എപ്പോഴും നമുക്ക് ചില മോട്ടിവേഷൻ ലോസുകൾ വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും വീണ്ടും നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കണം. ഒരിക്കലും സ്പാർക്ക് ലോസ് ചെയ്യാതെ അറ്റ് ദ എൻഡ് ഓഫ് ദി നമ്മൾ ചൂസ് ചെയ്ത പ്രൊഫഷൻ എന്താണോ അതിന്റെ എൻഡ് വരെ നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു സ്പാർക്ക് കൊണ്ടുപോകാം. So start your journey today. If the session opened your eyes, start reflecting on where you stand today. നമ്മൾ ഈ ഒരു 10 മിസ്റ്റേക്സിന് ശേഷം എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്, നമ്മുടെ ഈ ഒരു കോഴ്സ്, ഈ ഒരു ക്വാണ്ടിറ്റി സർവേയിങ് എന്ന് പറഞ്ഞ സിയത്ന പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കോഴ്സിനെ കുറിച്ചാണ് നെക്സ്റ്റ്. നിങ്ങൾ ഈ ഒരു US പ്രൊഫഷനിലേക്ക്, നമ്മൾ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ സഞ്ചരിക്കാൻ പോകുന്ന ആ ഒരു പാത്വേയെ കുറിച്ചാണ് ഇനി നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, സോ എ ടൂർ ഇൻ ടു സിയത്നാസ് QS കരിക്കുലം. അപ്പോൾ ഈ പറഞ്ഞ എല്ലാ മിസ്റ്റേക്കുകളെയും, ഈ 10 മിസ്റ്റേക്കുകളെയും റെക്ടിഫൈ ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ QS കോഴ്സിനെ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾ പഠിക്കുന്ന ഒരു ബ്രീഫായിട്ട് ഞാൻ പെട്ടെന്ന് പോവാണ്, ടൈം കുറവായതുകൊണ്ട് ബ്രീഫായിട്ട് ഞാൻ പെട്ടെന്ന് കൊണ്ടുപോവാണ്. മാക്സിമം 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ നമ്മൾ സംസാരിച്ച് തീർക്കാം എന്നുള്ളതാണ് ഈ ഒരു വെബിനാർ കൊണ്ട് ഞാൻ വിചാരിച്ചിരുന്നത്. ഓക്കെ, മാക്സിമം 1 അവറിനുള്ളിൽ. ഓക്കെ, സോ ഈ ഒരു QS ഡെവലപ്മെന്റ് ജേർണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് പഠിക്കുന്നത് ഇൻട്രൊഡക്ഷൻ ടു കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി. അതാണ് ഏറ്റവും ആദ്യം നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്, അതിനെ ഞാൻ ഷോർട്ടാക്കി കൊടുത്തതാണ്. ഓക്കെ, ഇൻട്രൊഡക്ഷൻ ടു കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി നമ്മൾ ഫസ്റ്റ് പഠിക്കുന്നത്. പിന്നെ ഇൻട്രൊഡക്ഷൻ ടു ക്വാണ്ടിറ്റി സർവേയിങ്, ബിക്കമിങ് എ മെയിൻ കോൺട്രാക്ടർ QS. എങ്ങനെയാണ് ഒരു മെയിൻ കോൺട്രാക്ടർ QS ആവുക? ഫസ്റ്റ് നിങ്ങൾ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി എന്താണെന്നത് പഠിക്കും. ഓക്കെ, അതായത് നിങ്ങളുടെ പൊസിഷൻ നിങ്ങൾ ഡിഫൈൻ ചെയ്യും. എവിടെയാണ് ഞാൻ പോവുക? QS ആയിട്ട് ഞാൻ കുറച്ച് സ്കിൽസ് പഠിക്കുകയല്ലാതെ ഞാൻ ഇത് കഴിഞ്ഞാൽ എവിടേക്കാ പോവുക എന്നുള്ളതിന് ആദ്യം ഡിഫൈൻ ചെയ്ത് വെക്കും. ഓക്കെ, പിന്നെ ക്വാണ്ടിറ്റി സർവേയിങ് എന്താണെന്നുള്ളതിനെ കുറിച്ച് വൃത്തിയായിട്ട് പഠിക്കും. മെഷർമെന്റ് മാത്രമല്ല, വേറെയും ഒരുപാട് വിഷയങ്ങൾ ഇതിൽ വരുന്നുണ്ടെന്ന് മനസ്സിലാക്കും. ബിക്കമിങ് മെയിൻ കോൺട്രാക്ടർ QS. മെയിൻ കോൺട്രാക്ടർ QS എങ്ങനെയാവുക? അതിൽ തന്നെ ബ്രാക്കറ്റിൽ വേറൊരു സാധനമുണ്ട്, പ്രീ കോൺട്രാക്ട്. അപ്പൊ എന്താ പ്രീ കോൺട്രാക്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയണം. ഓക്കെ, അതായത് പ്രോജക്റ്റിന് 2 ഫേസ് ഉണ്ട്, പ്രീ ആൻഡ് പോസ്റ്റ് കോൺട്രാക്ട്. പ്രീ കോൺട്രാക്ട് ആൻഡ് പോസ്റ്റ് കോൺട്രാക്ട്. അപ്പൊ പ്രീ കോൺട്രാക്ടിൽ QSനെ കാണാൻ കഴിയും, പോസ്റ്റ് കോൺട്രാക്ടിലും QSനെ കാണാൻ കഴിയും. എവിടെ? മെയിൻ കോൺട്രാക്ടർ സൈഡിൽ. ഓക്കെ, അങ്ങനെയുള്ള കുറെ വിഷയങ്ങൾ ഇതിൽ വരുന്നുണ്ട്. പിന്നെ ടെൻഡർ ഡിപ്പാർട്ട്മെന്റ്, ക്വാണ്ടിറ്റി സർവേർ. ടെൻഡർ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ഒരു QS എന്ന് പറഞ്ഞാൽ എന്താണ്? പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താ? Becoming a main contractor QS. Again, becoming a main contractor QS. പോസ്റ്റ് കോൺട്രാക്ടിലെ QS ആവുന്നത്. ഓക്കെ, അപ്പൊ അത് നമ്മൾ പഠിക്കുക. അതുപോലെ തന്നെ സബ് കോൺട്രാക്ടർ ആൻഡ് സപ്ലയർ പേയ്മെന്റ് അപ്ലിക്കേഷൻ, അതെന്താണ്? അപ്ലിക്കേഷൻ എന്താണ്? ഓക്കെ, പിന്നെ നെക്സ്റ്റ് എന്താ വരുന്നത്? നെക്സ്റ്റ് നമ്മൾ റോഡ് ഇൻഫ്രാസ്ട്രക്ചർ ആണ്. നമ്മുടെ ഒരു കോഴ്സിൽ ബിൽഡിങ്സിന്റെ സെക്ഷൻ മാത്രമല്ല, നമ്മൾ ഇൻഫ്രാസ്ട്രക്ചറിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ റോഡ് ഇൻഫ്രാസ്ട്രക്ചർ എന്താണ്, പിന്നെ അതുപോലെ തന്നെ എസ്റ്റിമേഷൻ റേറ്റ് അനാലിസിസ് എന്താണ്, വേരിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്. ജസ്റ്റ് ഞാൻ ഹെഡിങ്സ് മാത്രമേ വായിച്ചു പോകുന്നത്. ഓക്കെ, ഇനി ഇത് കൂടാതെ ഇതെല്ലാം സ്കിൽസ് എല്ലാം പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട ഒരു സംഭവം എന്താ? നമ്മുടെ ഈ ഒരു സ്കിൽസിനെ എങ്ങനെ നമ്മളൊരു ജോബ് ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് ഇതിനെ പ്രസന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആദ്യം പ്രിപ്പറേഷൻ ആവും. ഓക്കെ, ഇനി കൂടാതെ
ഇന്ത്യൻ കോൺഫറൻസ്. അതായത് നമ്മളൊരു കോഴ്സിന് ശേഷം ഒരു 1 month എന്താണ് ഇന്ത്യൻ, അതായത് നിങ്ങളെ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കോഴ്സ് പഠിച്ചതിന് ശേഷം കേരളത്തിലുള്ള ലീഡിംഗ് ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ കമ്പനികൾ, മെയിൻ കോൺട്രാക്ടേഴ്സിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ ഇന്റേൺഷിപ്പ് നമ്മൾ പറഞ്ഞേക്കും. അപ്പൊ ആ സർവേയർ എന്തെല്ലാം ആക്ടിവിറ്റീസ് ആണ് ചെയ്യുന്നത് എന്നുള്ളത് ഡയറക്റ്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. ഓക്കെ, സോ ഈ ഒരു കോഴ്സിലൂടെ കടന്നു പോയതിന് ശേഷം നെക്സ്റ്റ് എന്താണ്, നിങ്ങൾ ഒരു ഓൺഗോയിങ് ആയിട്ടുള്ള പ്രൊജക്റ്റുകളിൽ ഒരു കമ്പനിയുടെ കൂടെ നിങ്ങൾ ആ കമ്പനിയിലെ ക്യൂഎസിന്റെ കൂടെ നിങ്ങൾ പ്രാക്ടിക്കലി നിങ്ങൾ വർക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതുകൂടി കഴിയുമ്പോഴേക്കും നിങ്ങൾ എന്തായി, ഫുള്ളി എക്യുപ്ഡ് ആയി. ഓക്കെ, സോ ഇത്രയുമാണ് നമ്മുടെ ഒരു കോഴ്സിന്റെ കരിക്കുലം ഉണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ സ്റ്റാർട്ടിങ് ഉണ്ടായിരുന്ന നമ്മളെ ഒരു കോഴ്സ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് 4 months ആയിരുന്നു. സോ ഇപ്പോ നമ്മൾ എന്താണ്, നമ്മൾ കുറച്ചും കൂടി പുതിയ കാര്യങ്ങൾ നമ്മുടെ കോഴ്സിലേക്ക് ഇൻക്ലൂഡ് ചെയ്തു. ഓക്കെ, അതിന്റെ ഒരു അനൗൺസ്മെന്റ് കൂടിയാണ് നമ്മുടെ ഈ ഒരു വെബിനാർ. അതായത് പുതിയതായിട്ട് നമ്മൾ കുറച്ചുകൂടി പവർഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഈ ഒരു കോഴ്സിൽ ഇൻക്ലൂഡ് ചെയ്തു. അതായത് നമ്മൾ 4 month ഉണ്ടായിരുന്ന കോഴ്സിന് നമ്മൾ 6 monthലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു. ഇപ്പൊ 6 month നമ്മൾ പറയും 4 month എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ അതിൽ എന്തെങ്കിലും ഇൻക്രീസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വാല്യൂസിൽ മാത്രമാണ് ഇൻക്രീസ് ആയിട്ടുള്ളത്. ബാക്കി നമ്മുടെ കോഴ്സ് ഫീയോ മറ്റുള്ള കാര്യങ്ങളിലൊന്നും എന്ത് ചെയ്തിട്ടില്ല, ഇൻക്രീസ് സംഭവിച്ചിട്ടില്ല. സോ എന്തൊക്കെയാണ് പുതിയ നോക്കാം. അതായത് GCC ഓറിയന്റഡ് കരിക്കുലമാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ബിഫോർ അങ്ങനെ തന്നെയാണ്. അതുപോലെ തന്നെ നമ്മൾ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ മാത്രമല്ല ചെയ്യുന്നത്. അതായത് റിയൽ എസ്റ്റേറ്റ് മാത്രമല്ല ഫോക്കസ്ഡ്, ഇൻഫ്രാസ്ട്രക്ചർ, റോഡ്സ്, ബ്രിഡ്ജസ് കൂടി നമ്മളെ പുതിയ കരിക്കുലം ചെയ്തിട്ടുണ്ട്, ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ അതും വിത്തൗട്ട് ഇൻക്രീസ് ഓഫ് എനി ഫീ. പിന്നെ നമ്മൾ എന്താണ് GCCയിൽ ഏതൊക്കെ പ്രോജക്ട്സ് നമ്മൾ പഠിക്കുന്നത്, ഒരു 5 ലൈവ് പ്രോജക്ട്സ് നമ്മൾ പഠിക്കും. 5 ലൈവ് പ്രോജക്ട്സ് നമ്മൾ പഠിക്കും. GCCയിലെ ഒരു കൊമേഴ്ഷ്യൽ പ്രോജക്ട്, റെസിഡൻഷ്യൽ പ്രോജക്ട്, കേരളത്തിലുള്ള ഒരു കൊമേഴ്ഷ്യൽ പ്രോജക്ട്, പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സ്. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഈ ഒരു 6 month കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങുമ്പോഴേക്കും നിങ്ങൾ അതിൽ മാസ്റ്റർ ആവും. ഓക്കെ, അപ്പൊ ഈ പ്രോജക്റ്റിലൊക്കെ QSന്റെ സൈഡിൽ എന്തെല്ലാം കാര്യങ്ങളാണ് വരുന്നത്, QS സ്കോപ്പ് എന്തെല്ലാം, അതെല്ലാം നിങ്ങൾ ഇതിൽ കവേർഡ് ആവും. ഓക്കെ, പിന്നെ സോഫ്റ്റ്വെയർ പാർട്ടിൽ, ഓക്കെ, മാസ്റ്ററി സോഫ്റ്റ്വെയർ ഇത് നിങ്ങൾ പഠിക്കുന്നത്, പ്ലാൻസ് പഠിക്കുന്നുണ്ട്, ഓട്ടോകാഡ് പഠിക്കുന്നുണ്ട്. ഇത്രയും കോഴ്സുകൾ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾ പഠിക്കുന്നുണ്ട്. സോ ഈ പ്രൈമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂഷ്വലി നിങ്ങൾ പ്ലാനിങ്ങിലേക്കല്ല നിങ്ങൾ പോകുന്നത്, QSലേക്ക് പോകുന്നതെങ്കിലും പ്രൈമർ നിങ്ങൾ പഠിക്കുമ്പോൾ ഒരു പ്രോജക്ട് മാനേജ്മെന്റിന്റെ സൈഡ്, അതൊരു പ്ലാനിങ്ങും QSും യൂഷ്വലി എപ്പോഴും ഒരുമിച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഒരുമിച്ച് മീൻസ് പ്ലാനിങ് ചെയ്യുന്ന ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ച് ധാരണ ആർക്ക് വേണം, QSന് വേണം. അപ്പൊ പ്ലാനിങ്ങിന്റെ QS കുറച്ച് ഡാറ്റ എന്ത് ചെയ്യുന്നുണ്ട്, പ്ലാനിങ് എഞ്ചിനീയർ എടുക്കുന്നുണ്ട് കുറച്ച് ഡാറ്റാസ്. ഓക്കെ, അപ്പൊ അത് എന്തെല്ലാം കാര്യങ്ങളാണെന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മൾ ഈ ഒരു സെക്ഷനിൽ പഠിക്കും. ഫൈൻ. പിന്നെ നമ്മൾ ഇതിൽ ഒരു ആഡ് ഓൺ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആഡ് ഓൺ പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ എക്സലൻസ് ആണ്. അതായത് ഇംഗ്ലീഷ് റൂട്ട് മീ ആയിട്ട് നമ്മൾ കൊലാബറേറ്റ് ചെയ്തിട്ട് ഇപ്പോൾ നമ്മുടെ കറന്റ് സ്റ്റുഡൻസിന് എല്ലാവർക്കും ഓക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സ്പോക്ക് ഇംഗ്ലീഷ് ട്രെയിനിങ് കൂടി കൊടുക്കുന്നുണ്ട്. അതായത് നമ്മളൊരു ഇന്റർവ്യൂ ബോർഡിന്റെ മുന്നിൽ പോയിരിക്കുന്ന സമയത്ത് വളരെ കോൺഫിഡന്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം. യൂഷ്വലി ഒരുവിധം എല്ലാ ഇന്റർവ്യൂസും, ഇഫ് യു ആർ ഗോയിങ് ഫോർ ഇൻ ദ മിഡിൽ ഈസ്റ്റ് നിങ്ങൾ പോകുന്ന സമയത്ത് ഒരുവിധം എല്ലാ ഇന്റർവ്യൂസും എന്തായിരിക്കും, ഇംഗ്ലീഷിലായിരിക്കും. സോ അതിന് നമുക്ക് കോൺഫിഡന്റ് ആയിട്ട് എങ്ങനെ ഇംഗ്ലീഷിൽ നല്ല വോക്കാബുലറി, നല്ല ലാംഗ്വേജിൽ അവരോട് സംസാരിക്കാൻ പറ്റും. കാരണം QS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താണ്, ഒരു മാനേജ്മെന്റ് ലെവലിലേക്ക് ഗ്രോ ചെയ്ത് വരുന്ന ഒരു പ്രൊഫഷനാണ് അത്. ഓക്കെ, സോ ആളുകളുമായിട്ട് എങ്ങനെ പ്രോപ്പർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ളത് അറിയേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതെല്ലാം നമ്മളെ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷും കോൺഫിഡൻസ് ബിൽഡിങ്ങും എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു കമ്മ്യൂണിക്കേഷൻ എക്സലൻസ് എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ കവർ ആകുന്നുണ്ട്. അത് ഇംഗ്ലീഷ് റൂട്ട് മീ ആയിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടാണ്. ഓക്കെ, സോ കരിയർ എംപവർമെന്റ് പാക്കേജിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, നമ്മൾ ഇന്റർവ്യൂ നേരത്തെ നമ്മൾ ആ ഒരു സിലബസിൽ പറഞ്ഞതുപോലെ നമ്മളൊരു പ്ലേസ്മെന്റ് സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പ്ലേസ്മെന്റ് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ പ്ലേസ്മെന്റ് ആക്കി കൊടുക്കില്ല, പക്ഷേ പ്ലേസ്മെന്റിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ടുകൾ
നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്. അതിൽ പെട്ടതാണ് എന്ത് ഇന്റർവ്യൂ ട്രെയിനിങ് ആൻഡ് പ്രിപ്പറേഷൻ, പ്രൊഫഷണൽ പ്രൊഫൈൽ ഒപ്റ്റിമൈസേഷൻ, എക്സ്ക്ലൂസീവ്. അതായത് നമ്മൾ ലിങ്ക്ഡിൻ പോലത്തെ പ്രൊഫൈലുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഒപ്റ്റിമൈസ് ചെയ്ത് തരും നിങ്ങൾക്ക്. എങ്ങനെയാണ് ലിങ്ക്ഡിൻ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എങ്ങനെ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയും. അതുപോലെ തന്നെ നമ്മൾ നിങ്ങൾക്ക് ഒരു QS കമ്മ്യൂണിറ്റിയിലേക്ക് ഒരു ആക്സസ് കിട്ടും. അതായത് ഇതുവരെ നമ്മളെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചു പോയിട്ടുള്ള, നമ്മൾ ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്തിട്ടുള്ള ഒരുപാട് പ്രൊഫഷണൽസ് അവരുടെ കമ്മ്യൂണിറ്റിയിലേക്ക് നിങ്ങൾക്ക് ആക്സസ് കിട്ടും. സോ അവരുടെ കമ്പനിയിൽ വരുന്ന വേക്കൻസികളെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും ഒരു ഇൻഫോർമേഷൻ നമ്മൾ മുന്നേ പറഞ്ഞു. ഓക്കെ, അതുപോലെ തന്നെ ലൈവ് സൈറ്റ് വിസിറ്റുകൾ, ഇന്റേൺഷിപ്പ്, ഒരു മെയിൻ കോൺട്രാക്ടറുടെ QS ഡിപ്പാർട്ട്മെന്റിൽ എല്ലാം QS ചെയ്യുന്നുണ്ട്. ആ കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യും, ലൈവായിട്ട് ആ കമ്പനിയിലെ ഇന്റേൺഷിപ്പിൽ നിങ്ങൾക്ക് അക്വയർ ചെയ്യാൻ പറ്റും. ഇൻ കേസ് നിങ്ങളുടെ കേസുകൾ ഉണ്ടായിട്ടുണ്ട്, നിങ്ങളുടെ ആ ഒരു കമ്പനി നിങ്ങളുടെ സെയിം കമ്പനിയിൽ തന്നെ നിങ്ങൾ ഹയർ ആവാനുള്ള. പിന്നെ ഇതിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൈഫ്, അതായത് ഇനി ഫ്യൂച്ചറിലേക്ക് എപ്പോഴെങ്കിലും നിങ്ങളുടെ കോഴ്സിനൊന്ന് അപ്ഡേറ്റ് ചെയ്യാൻ തോന്നൽ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോസ്റ്റ് പഠിക്കാം. വൺസ് നിങ്ങൾ പേ ചെയ്താൽ പിന്നെ ഒരു ലൈഫ് ടൈം പേയ്മെന്റ് ആണ്, പിന്നെ ഒരിക്കലും നിങ്ങൾക്ക് പേ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് ആക്സസ് ആണ്, ഫുൾ ടൈം ആക്സസ് ആണ്. കമ്മ്യൂണിറ്റി അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും. അതിൽ ജോബ് പോസ്റ്റിങ്സ്, ഇൻഡസ്ട്രി ന്യൂസ്, ഇതെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിലൂടെ അറിയാൻ പറ്റും. പിന്നെ അവർ കമ്മിറ്റ്മെന്റ് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100% സാറ്റിസ്ഫാക്ഷൻ ഗ്യാരണ്ടിയാണ്. അതായത് നിങ്ങൾ നമ്മുടെ കോഴ്സ് അറ്റൻഡ് ചെയ്തിട്ട് ഫസ്റ്റത്തെ ഒരു 4-5 നിങ്ങൾ കോഴ്സ് അറ്റൻഡ് ചെയ്തിട്ട് ഫസ്റ്റത്തെ കുറച്ച് ഒരു 1 വീക്ക് നിങ്ങൾ കോഴ്സ് അറ്റൻഡ് ചെയ്തു, നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ നിങ്ങൾക്ക് 1 രൂപ പോലും പേയ്മെന്റ് ചെയ്യാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പോവാം. 1 രൂപ പോലും പേയ്മെന്റ് ചെയ്യണ്ട. വൺസ് നിങ്ങൾ കോഴ്സിലേക്ക് എൻ്റർ ചെയ്തു, നിങ്ങൾ ഓക്കെ അല്ല, ഫസ്റ്റത്തെ ഒരു 7 ഡേയ്സിൽ നിങ്ങൾ ഓക്കെ അല്ല, സാറ്റിസ്ഫൈഡ് അല്ല, നമ്മുടെ ടീച്ചിങ്ങിന് സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, നമ്മൾ 100% നിങ്ങളുടെ ഫീസ് നമ്മൾ തിരിച്ചു തരും. ഓക്കെ, ഇതാണ് നമ്മുടെ കമ്മിറ്റ്മെന്റ്. സോ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു വെബിനാറിന്റെ കൺക്ലൂഷൻ. സോ ഇതിൽ നിങ്ങൾക്ക് ഞാൻ ഇപ്പൊ സാധാരണ വെബിനാറുകളിൽ നടക്കുന്നത് പോലെ ഒരുപാട് ഫീസ് കൂട്ടിയിട്ട് പിന്നെ അതിങ്ങനെ കുറച്ച് കട്ട് ചെയ്ത് അവസാനമുള്ളൊരു ഫീസിലേക്ക് എത്തിക്കുന്ന ഒരു സിസ്റ്റം ഒന്നും ഞാൻ ചെയ്യുന്നില്ല. അതായത് നമുക്കൊരു ഫീസ് സ്ട്രക്ചർ കാര്യങ്ങളുണ്ട്. അപ്പൊ നമ്മുടെ ഈ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്ന ആഗ്രഹമുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്ലൈഡ് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം, ഈ ഒരു നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, സോ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു വെബിനാർ സെഷൻ.